Hey, what a match. What a start to the IPL 2026. ആക്ച്വലി ഇന്നലത്തെ മാച്ച് ഞാൻ കുറേ കൂടി ഇന്ത്യൻസ് ആകുമെന്ന് പ്രതീക്ഷിച്ചു. ബട്ട് മോസ്റ്റ്ലി ഇറ്റ് വാസ് എ വൺ സൈഡഡ് ഗെയിം. ബട്ട് ഐ പി എല്ലിനും പക്ക സ്റ്റാർട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. രണ്ട് ടീമും 200+ സ്കോർ ചെയ്തു. ആൻഡ് ഇറ്റ് വാസ് സംതിങ് നൈസ് ടു ബാറ്റ്, വാസ് നൈസ് ടു വാച്ച്. ആസ് ഐ പ്രഡിക്റ്റഡ്, ഇറ്റ് വാസ് എ ബാറ്റിംഗ് പാരഡൈസ്. എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് എ നൈസ് സ്റ്റാർട്ട് ടു എ ഗ്രേറ്റ് ജേർണി. പറയാനായിട്ടുള്ളത്, RCB 202 റൺസ് ചേസ് ചെയ്തത് വെറും 15.2 ഓവേഴ്സിലാണ്. ആൻഡ് ദാറ്റ് സീംസ് RCB's ബാറ്റിംഗ് ഡെപ്ത് ഈസ് ദേ ആർ ഗോണ ഡിഫെൻഡ് ദ ടൈറ്റിൽ. അവരൊരു മെസ്സേജ് പോലെ കൊടുത്തതാണെന്ന് തോന്നുന്നു. ചിന്നസ്വാമിയിൽ അവരുടെ ഹോം ഗ്രൗണ്ടിൽ, കഴിഞ്ഞ കൊല്ലം അവർ ഹോം ഗ്രൗണ്ടിൽ ഒരു മാച്ച് പോലും ജയിച്ചിട്ടില്ല. ആൻഡ് ദേ സ്റ്റാർട്ടഡ് വിത്ത് എ വിൻ ഓൺ ദെയർ ഹോം ഗ്രൗണ്ട്, which is something the fans can cheer up, of course. ആൻഡ് നമുക്ക് ഇന്നത്തെ എപ്പിസോഡിൽ RCB വേഴ്സസ് SRH മാച്ചിൻ്റെ അനലിറ്റിക്സും, RCBക്ക് എന്തെല്ലാം കറക്റ്റായിട്ട് പോയിന്നും SRHന് എന്തെല്ലാം കറക്റ്റായിട്ട് പോയിട്ടില്ല എന്നുള്ളത് ഒരു ഡിസ്കഷൻ ചെയ്യാം. ആൻഡ് ഇന്നത്തെ MI വേഴ്സസ് KKR മാച്ചിൻ്റെ ഒരു പ്ലേയിങ് 11 ഡിസ്കസ് ചെയ്യാം. ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കഴിഞ്ഞ വീഡിയോ പോലെ വലിച്ചു നീട്ടണ്ട എന്നുള്ള രീതിക്കാണ് പ്ലാൻ ചെയ്യുന്നത്. ആൻഡ് ഹോപ്പ് യു ഗൈസ് വിൽ എൻജോയ് ദിസ്. ആൻഡ് ഫസ്റ്റ് നമുക്ക് എന്തൊക്കെ RCBക്ക് റൈറ്റായിട്ട് പോയി എന്ന് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, വി ഹാവ് ടു അഡ്മയർ വാട്ട് ക്യാപ്റ്റൻ രജത് പടിദർ ഈസ്. കാരണം ഇഫ് യു ലുക്ക് ഇൻ ദ മാച്ച്, ഇഷാൻ കിഷൻ്റെ ബോളിംഗ് ചേഞ്ചസും രജത് പടിദറിൻ്റെ ബോളിംഗ് ചേഞ്ചസും, രജത് പടിദർ വാസ് ഔട്ട്സ്റ്റാൻഡിങ്. ഓരോ ബോളിംഗ് ചേഞ്ചസും വളരെ ക്രിട്ടിക്കലായിരുന്നു. ഫസ്റ്റ് 9 overs നോ സ്പിൻ. ആൻഡ് ആ ഒരു സർഫസിനെ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു. 4 overs in the trot for Jacob Duffy. Man, what a decision was that. 4 overs, 22 runs, 3 wickets. That was extraordinary. ജേക്കബ് ഡഫിയെ പോലൊരു ബോളർ, നല്ലൊരു ക്രെഡിബിലിറ്റി ഉള്ളൊരു ബോളർ, ഇന്ത്യയിൽ വന്നിട്ട് ഒട്ടും സർവൈവ് ചെയ്യാൻ പറ്റാതിരുന്നൊരു ബോളർ, വളരെ മോശം T20 വേൾഡ് കപ്പ് കഴിച്ചിട്ട് നിൽക്കുന്നൊരു ബോളർ, കോൺഫിഡൻസ് ഭയങ്കര ലോ ആയിട്ടുള്ളൊരു ബോളർ. ആൻഡ് ഹീ നീഡ് ടു ഫിൽ ദ ബിഗ് ഷൂസ് ഓഫ് ജോഷ് ഹേസൽവുഡ് ഇൻ RCB പ്ലേയിങ് 11. And he did what exactly Josh Hazelwood have done in this 11. Power play. Meeting the power play is the biggest, എന്താ പറയുക, അതായിരുന്നു ഒരു ബിഗ്ഗസ്റ്റ് സ്ട്രഗിൾ രണ്ട് ടീമും ഫേസ് ചെയ്തുകൊണ്ടിരുന്നത്. ആൻഡ് RCB എക്സീഡഡ് ഇൻ ദ പവർ പ്ലേ. അതുകൊണ്ട് തന്നെയാണ് RCBക്ക് വളരെ എഫിഷ്യൻ്റായിട്ട് ഈ ഒരു കളി ജയിക്കാൻ സാധിച്ചത്. ആൻഡ് അതിൽ ബോളിങ്ങിൽ ഏറ്റവും വലിയ പങ്ക് വഹിച്ചത് ജേക്കബ് ഡഫി. പറയാതിരിക്കാൻ പറ്റത്തില്ല. വാട്ട് എ സ്പെൽ. വാട്ട് SRH ലാക്ക് വാസ് ദ കൈൻഡ് ഓഫ് ബോളർ ജേക്കബ് ഡഫി. ജേക്കബ് ഡഫിയെ പോലെ അത്രയും നല്ല പേസും സീമും ഉള്ളൊരു ബോളർ SRHൻ്റെ പ്ലേയിങ് 11 ഇല്ലായിരുന്നു. അതായിരുന്നു SRHൻ്റെ ഏറ്റവും വലിയ തിരിച്ചടിയായത്. ലുക്ക് അറ്റ് SRH പേസസ്: നിതീഷ് കുമാർ റെഡ്ഡി, ഹർഷൽ പട്ടേൽ, ഡേവിഡ് പെയിൻ, ജയ്ദേവ് ഉനഡ്കട്ട്, ഹർഷൽ പട്ടേൽ. 3 പേരും 130 ക്ലിക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ 130 ബിലോ ക്ലിക്ക് ചെയ്യുന്ന ബോളേഴ്സ്. ജയ്ദേവ് ഉനഡ്കട്ടും ഡേവിഡ് പെയിനും ലെഫ്റ്റ് ആമേഴ്സ് ആൻഡ് ഹർഷൽ പട്ടേൽ ഈസ് റൈറ്റ് ഹാൻഡർ. ദാറ്റ് ഇസ് ദ ഓൺലി ഡിഫറൻസ്. 3 പേരും ഒരേ സിമിലർ ടിപ്പിക്കൽ കൈൻഡ് ഓഫ് ബോളേഴ്സ്. ഓൺലി ഡിഫറൻസ് ഇൻ ദെയർ പേസ് അറ്റാക്ക് ഈസ് ഈശൻ മലിംഗ. ആൻഡ് വെയർ ഡിഡ് ഹി കം ടു ബോൾ ആഫ്റ്റർ ദ പവർ പ്ലേയിൽ ഈശൻ മലിംഗ ബോൾ ചെയ്തിട്ടില്ല. ആൻഡ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്, കുറേ ബോളിംഗ് റൊട്ടേറ്റ് ചെയ്യുന്നതിലും കറക്റ്റ് ബോളേഴ്സിനെ ചൂസ് ചെയ്യുന്നതിലും SRH ഫെൽ ഡൗൺ. SRH അത് അവരുടെ പ്ലാനിങ് അവർ പ്ലാൻ ചെയ്തിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. ദേ ജസ്റ്റ് ഗോ വിത്ത് ദ ഫ്ലോ. ബട്ട് RCB ഹാഡ് എ വെരി സ്പെസിഫിക് പ്ലാൻ ഓൺ ഈച്ച് ആൻഡ് എവറി ബോളർ ആൻഡ് ഈച്ച് ആൻഡ് എവറി ബാറ്റ്സ്മാൻ. അത് നന്നായിട്ട് വർക്കൗട്ട് ആയിട്ടുണ്ട്. ദേ ഗോട്ട് ട്രാവിസ് ഹെഡ്, ദേ ഗോട്ട് അഭിഷേക് ശർമ്മ, ദ ഡേഞ്ചറസ് ഡ്യോ. ദേ ഗോട്ട് ദം വെരി ഏർലി. ഓൺലി ടൈം SRHന് കുറച്ച് ചാൻസ് ഉണ്ടെന്ന് തോന്നിയത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹെൻറിച്ച് ക്ലാസൻ ആൻഡ് ഇഷാൻ കിഷൻ വാസ് ബാറ്റിംഗ് ഇൻ ദ ക്രീസ്. ആൻഡ് ഓഫ് കോഴ്സ് അനികേത് ബോമ, ലെറ്റ്സ് നോട്ട് ഫോർഗെറ്റ് അബൌട്ട് ഹിസ് ഇന്നിങ്സ്. ആൻഡ് സലിൽ അറോറ ഹാഡ് എ ഗ്രേറ്റ് ഗുഡ് ടച്ച്. വി ക്യാൻ റാങ്ക് ഹിം റിയലി വെൽ. ഹി വിൽ ഡു സം വണ്ടേഴ്സ് ഫോർ SRH, ദാറ്റ്സ് ഷുവർ. ബട്ട് ദ ബിഗ്ഗസ്റ്റ് കൺസേൺ ഫോർ SRH ഈസ് ദെയർ ബോളിംഗ് ലൈനപ്പ്. ഈ ഒരു ബോളിംഗ് ലൈനപ്പ് വെച്ചിട്ടാണ് SRH മുന്നോട്ട് പോകുന്നതെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് ദേ വിൽ എൻഡ് അപ്പ് ഇൻ ദ ലാസ്റ്റ് ബോട്ടം ടേബിൾ, വിച്ച് ഈസ് ഷുവർ. കാര്യം ഒരേ ടൈപ്പുള്ള 3 ബോളേഴ്സ്, അവർക്കൊരു 140 ക്ലിക്ക് ചെയ്യുന്ന, ഏർലി സ്ട്രൈക്ക് കൊടുക്കുന്ന, ഏർലി വിക്കറ്റ് കൊടുക്കുന്ന ഒരു ബോളർ അവർക്കില്ല.
ഞാൻ കഴിഞ്ഞ എൻ്റെ ഇതിൽ പ്രെഡിക്റ്റഡ് ലെവലിൽ ശിവമവി ഉണ്ടായിരുന്നു. ഹീ ക്യാൻ ക്ലിക്ക് 140+, ഹീ ക്യാൻ സ്വിങ് ദ ബോൾ, ഹീ ക്യാൻ ഗിവ് യു ദ വിക്കറ്റ്സ്. നിങ്ങൾ നല്ലൊരു ബാറ്റിംഗ് ലൈനപ്പിൽ നല്ലൊരു ബാറ്റിംഗ് പാരഡൈസിലോട്ട് പോകുമ്പോൾ യു ഗൈസ് ഹാവ് ടു ടേക്ക് ദ റിസ്ക് റാദർ ദാൻ ടേക്കിംഗ് സിമിലർ കൈൻഡ് ഓഫ് ബോളേഴ്സ് ആൻഡ് ഡൂയിങ് യുവർ സ്റ്റഫ്. യു ഹാവ് ടു എന്താ പറയുക മിക്സപ്പ് ഇറ്റ് വിത്ത് യു ഹാവ് ടു മിക്സ് യുവർ വേരിയേഷൻസ്. ആ വേരിയേഷൻസ് മിക്സ് ചെയ്താൽ മാത്രമേ ഒപ്പോസിഷന് എന്തെങ്കിലും ഭയം ഉണ്ടാകത്തുള്ളൂ. അത് SRH നന്നായിട്ട് മിസ് ചെയ്തു. അത് തന്നെയാണ് SRH ഈ കളി വളരെ ദയനീയമായിട്ട് തോക്കാനായിട്ടുള്ള കാരണം. ആൻഡ് RCB വർക്ക്ഡ് ഔട്ട് ദെയർ പ്ലാൻ റിയലി വെൽ. How well is Devdutt Padikkal? Devdutt Padikkal literally stole the match away from SRH. Devdutt Padikkaliൻ്റെ ആ ഒരു ഇന്നിങ്സ് എല്ലാ കൊല്ലവും ദേവദത്ത് പടിക്കലിനെ കുറിച്ച് പറയുമ്പോൾ ഹീസ് കഴിവുള്ളൊരു ബാറ്റ്സ്മാനാണ്, പക്ഷേ ഗുഡ് ഫോർ ODI ആൻഡ് ടെസ്റ്റ് അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന ഒരു ബാറ്റ്സ്മാൻ 200+ സ്ട്രൈക്ക് റേറ്റിൽ വാട്ട് ആൻ ഇന്നിങ്സ്. ആഫ്റ്റർ പവർ പ്ലേ ഓൾസോ he is hitting continuous boundaries. He is giving Virat Kohli a lot of room. വിരാട് കോഹ്ലിക്ക് ജസ്റ്റ് സിംഗിൾ എടുത്ത് കൊടുത്താൽ മാത്രം മതി, ദേവദത്ത് പടിക്കൽ വിൽ ക്യാരി ഇറ്റ്. ആൻഡ് വൺസ് ദ വിക്കറ്റ് ഓഫ് ദേവദത്ത് പടിക്കൽ ഈസ് ഗോൺ, ഹിയർ കംസ് ദ ക്യാപ്റ്റൻ രജത് പടിദർ. വാട്ട് ആൻ ഇന്നിങ്സ്, വാട്ട് എ സ്ട്രൈക്ക്. He also strike at 200+. That's the batting capability of RCB. When Tim David come, he also contributed, but then Virat Kohli is the showman. He just ended the innings as the chase master always does. But all these are small moments. Those make these big changes. But for me, the player of match is Phil Salt. What a terrific catch. ആ 3 ക്യാച്ചസ്, അതിൽ എസ്പെഷ്യലി ഇഷാൻ കിഷൻ്റെയും ഹെൻറിച്ച് ക്ലാസിൻ്റെയും ക്യാച്ച് വാസ് ഔട്ട്സ്റ്റാൻഡിങ്. വേറെ ഒരു ഫീൽഡറും അവിടെ നിന്നിരുന്നെന്നുണ്ടെങ്കിലും ആ ഒരു ക്യാച്ച് എടുക്കത്തില്ലായിരുന്നു. ഫിൽ സാൾട്ട് ജസ്റ്റ് ടുക്ക് ദ മാച്ച് എവേ ഫ്രം SRH. ക്യാച്ചിന് MVP ഇപ്പോഴും കൊടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ക്യാച്ചിന് മാൻ ഓഫ് ദി മാച്ച് ഏതോ ഒരു സാഹചര്യങ്ങളിലൊക്കെ ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട്. ബട്ട് സ്റ്റിൽ IPL ഫസ്റ്റ് മാച്ച് മാൻ ഓഫ് ദ മാച്ച് ജേക്കബ് ഡഫി ബോൾഡ് റിയലി വെൽ. ഐ ഡിഡ്ന്റ് റേറ്റ് ഹിസ് ബോളിംഗ് down, but those catches of Phil Salt made RCB win this match so effortlessly. Phil Salt's ആ 3 catches was outstanding, and drop catches will make you feel bad. അനികേത് വർമ്മയുടെ ക്യാച്ച് വിരാട് കോഹ്ലി ഡ്രോപ്പ് ചെയ്തത് കൊണ്ടാണ് ആ SRH 200 കടന്നത്. അതുപോലെ തന്നെ വിരാട് കോഹ്ലിയുടെ ക്യാച്ച് ഹെൻറിച്ച് ക്ലാസൻ ലൂസ് ചെയ്തത് കൊണ്ടാണ് RCB ഇത്രയും പെട്ടെന്ന് ആ ഒരു സ്കോർ 15.2 ഓവറിൽ ആ ഒരു സ്കോർ ചേസ് ചെയ്തത്. സോ ക്യാച്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ T20. മൈന്യൂട്ട് മിസ്റ്റേക്ക് പോലും ഭയങ്കര വലിയൊരു ഫ്ലോ ഇതിൽ സൃഷ്ടിക്കും, മാച്ചിൽ സൃഷ്ടിക്കും. അതുകൊണ്ട് തന്നെ വിരാട് കോഹ്ലിയുടെ ഇന്നിങ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയി നിന്നതും അനികേത് വർമ്മയുടെ ഇന്നിങ്സും അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിന്നതും രണ്ടും നൈസ് ഒരു ക്യാമിയോയിൽ ഒതുങ്ങി പോകേണ്ട ഇന്നിങ്സ് ആയിരുന്നു. ബട്ട് ആ ഇന്നിങ്സ് ഫ്ലറിഷ് ചെയ്യാൻ കാരണം 2 ലൂസ് ക്യാച്ചസ് ആണ്. സോ ലൂസ് ക്യാച്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ ദിസ് മാച്ച്. ഓഫ് കോഴ്സ് RCB ഈ മാച്ച് വിൻ ചെയ്തത് അവർക്ക് ടോസ് ലഭിച്ചത് കൊണ്ടാണെന്ന് പറയും. പക്ഷേ SRH ഈ ബോളിംഗ് ലൈനപ്പുമായിട്ട് RCBയുടെ 11നെ ഫസ്റ്റ് ബാറ്റിങ്ങിന് വിട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ഉറപ്പായിട്ടും RCB വിൽ ഹിറ്റ് മോർ ദാൻ 250+ is sure for them. And with the bowling lineup of RCB and with the form Jacob Duffy carries, with the precision Jacob Duffy and Bhuvaneshwar Kumar carries, there is no chance for SRH to take 250+. I'm damn sure about it. RCB will walk that too easily. RCBയുടെ ഗെയിം ആയിരുന്നു ഇത്. SRH is going to lose this game. And that's the analytics of RCB versus SRH from my side. And let's discuss about KKR versus MI. Today's match. And നമുക്ക് KKRനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. What is the playing 11 of KKR? Actually, I feel really bad about KKR. They don't have their prime bowlers. They are suffering. അവർ നന്നായിട്ട് ബുദ്ധിമുട്ടുന്നുണ്ട്. അവരുടെ മെയിൻ ഓപ്ഷൻ ടൈമിൽ അവർ അത്യാവശ്യം നല്ലൊരു ടീം തന്നെയായിരുന്നു. ബട്ട് ഐ ഡു റേറ്റ് KKR റിയലി ലോ ബിക്കോസ് അവരുടെ ബോളിംഗ് ലൈനപ്പ് അത്രക്ക് സുഖകരമല്ലായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ അവരുടെ മെയിൻ ബോളേഴ്സിനെല്ലാം ഇഞ്ചുറിയും കൂടെ ആയിക്കഴിഞ്ഞാലുള്ള അവസ്ഥ എന്തായിരിക്കും? ഹർഷിത് റാണ റൂൾഡ് ഔട്ട് ഓഫ് IPL ഡ്യൂ ടു ഇഞ്ചുറി. Madisha Padirana is still recovering from his injury. Who is going to be their pace head? I don't really don't know. Cameron Green 4 over bowl ചെയ്യും. He's not a 4 over kind of bowler. He can bowl 2 or 3 overs in the throat and he can be good at that. പക്ഷേ
ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ ക്യാമറൂൺ ഗ്രീൻ വാസ് സപ്പോസ്ഡ് ടു ബോൾ 4 overs ആൻഡ് എഫക്റ്റീവ്ലി. എനിക്ക് അറിയില്ല അത് എത്രത്തോളം പ്രാക്ടിക്കൽ ആയിരിക്കും എന്നുള്ളത്. എന്നാലും നമുക്ക് പ്ലേയിങ് ലെവൻ ഒന്ന് നോക്കാം. എൻ്റെ മൈൻഡിലെ പ്ലേയിങ് ലെവൻ ഇതാണ്. ഓപ്പണേഴ്സ് വിൽ ബി ഫിൻ അലൻ ആൻഡ് അജിങ്ക്യ രഹാന. രഹാനെ ആസ് ആൻ ഓപ്പണർ ആണ് കൂടുതലും മികച്ച് നിൽക്കുന്നത്. എപ്പോഴും വൺ ഡൗൺ ഇറങ്ങുന്നതിനെക്കാട്ടിയും കൂടുതൽ രഹാനയ്ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാനും സാധിക്കും. ആൻഡ് മൈ വൺ ഡൗൺ വിൽ ബി ക്യാമറൂൺ ഗ്രീൻ. ക്യാമറൂൺ ഗ്രീൻ RCBക്ക് വേണ്ടി സെഞ്ചുറി അടിച്ചതും നല്ല ഫോം കാണിച്ചിട്ടുള്ളതും ഏറ്റവും കൂടുതൽ വൺ ഡൗൺ കളിക്കുമ്പോഴാണ്. ആൻഡ് ഹി ഹാസ് ലോങ് ലിവേഴ്സ്, സോ ഹി ക്യാൻ ഈസിലി ഹിറ്റ് ദോസ് സിക്സസ് ആൻഡ് ദ ബൗണ്ടറീസ്. ദെൻ മൈ നമ്പർ 4 വിൽ ബി ആങ്കറിഷ് രഘുവൻഷി. ആൻഡ് മൈ നമ്പർ 5 വിൽ ബി Manish Pandey to stabilize the innings. Number 6 will be Rinku Singh. Number 7 will be Ramandeep Singh. 8 will be Sunil Narine. And there comes the part. Again it is bowling. There is no like-to-like replacement for Harshit Rana, as everybody knows. But Karthik Tyagi should step in and deliver for KKR. Otherwise they will be in big trouble. So Karthik Tyagi at number 9. Varun Chakravarti at number 10. Then home. Vaibhav Arora at number 11 and Blessing Musabani at number 12. Blessing Musabani and Manish Pandey will be my impact subs while batting and bowling. ഈ ടീമിനുള്ള കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സുനിൽ നരേൻ IPL മാത്രമേ ഇപ്പോൾ കളിക്കുന്നുള്ളൂ. സോ നീണ്ടൊരു ഗ്യാപ്പിന് ശേഷം സുനിൽ നരേൻ വന്നിട്ട് ക്യാൻ ഹി ബി ദ ഓൾഡ് സുനിൽ നരേൻ? ഫോം ഔട്ട് ആയിട്ടുള്ള വരുൺ ചക്രവർത്തി ഫോമിലേക്ക് എത്തണം. വൈഭവ് അറോറ ഈസ് എ പവർ പ്ലേ ബോളർ, ഹി കാൺ ഡു ഇൻ ദ ഡെപ്ത്. Musarbani is a power play bowler, he can't do in the depths. So who is their death bowler? I don't know. സുനിൽ നരേൻ ഡെത്ത് ബോളിങ് ചെയ്യുമോ, അതോ ഈ വൈഭവ് അറോറയും കാർത്തിക് ത്യാഗിയും വെച്ചിട്ട് അവർ ഡെത്ത് ഫില്ല് ചെയ്യുമോ? ഇതെല്ലാം ഭയങ്കര വലിയൊരു കൺഫ്യൂഷൻസിലോട്ടാണ് പോകുന്നത്. ആൻഡ് ദേ ആർ മാച്ചിങ് അപ്പ് എഗെയിൻസ്റ്റ് ദ പവർഫുൾ മുംബൈ ഇന്ത്യൻസ്. എൻ്റെ ടോപ്പ് 4 4 ടീംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുംബൈ ഇന്ത്യൻസ്, RCB, പഞ്ചാബ് കിങ്സ് ആൻഡ് ഡൽഹി ക്യാപിറ്റൽസ്. ഇത് 4 പക്ക പ്രീ ഓപ്ഷന് ശേഷം പക്ക ആയിട്ടുള്ള 4 ടീമുകളാണ്. ഓപ്ഷന് മുമ്പും പക്കയായിരുന്നു, ഓപ്ഷന് ശേഷം അവർ അവരുടെ സ്ട്രെങ്ത് കൂട്ടിയിട്ട് മാത്രമേ ഉള്ളൂ. സോ ദീസ് ആർ ദ ടോപ്പ് 4. ഉറപ്പായിട്ടും ഇത് തന്നെ ആയിരിക്കും ടോപ്പ് 4 വരാൻ നല്ല ചാൻസ് ഉള്ളത്. സോ അത്രയും പവർഫുൾ ആയിട്ടുള്ള മുംബൈയെ ഇത്രയും വീക്കായിട്ടുള്ള ഒരു കൊൽക്കത്ത ടീമിനെ തോൽപ്പിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് നിയർലി ഇമ്പോസിബിൾ. ബട്ട് ഇറ്റ് ഈസ് T20 ക്രിക്കറ്റ്, എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ്. ബട്ട് സ്റ്റിൽ the chances of MI is really high. And let's discuss the playing 11 of Mumbai Indians. മുംബൈ ഇന്ത്യൻസിൻ്റെ കാര്യം പറഞ്ഞാലും ആ ഒരു ഫസ്റ്റ് 7 ഭയങ്കര സിമ്പിളാണ്. രോഹിത് ശർമ്മ ആൻഡ് ക്വിൻ്റൻ ഡീകോക്ക് ആർ ഗോയിങ് ടു ഓപ്പൺ. ക്വിൻ്റൻ ഡീകോക്ക് ആണ് ഓപ്പൺ ചെയ്യാൻ പോകുന്നതെന്ന് ആനന്ദ് അംബാനി ഓൾറെഡി ഡിസ്ക്ലോസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വൺ ഡൗൺ വിൽ ബി എൻ്റെ വൺ ഡൗൺ വിൽ ബി നമാന്തിർ, ബിക്കോസ് സൂര്യകുമാർ യാദവ് അറ്റ് നമ്പർ 4, തിലക് വർമ്മ അറ്റ് നമ്പർ 5, ഹാർദിക് പാണ്ഡ്യ അറ്റ് നമ്പർ 6 ആൻഡ് വിൽ ജാക്സ് അറ്റ് നമ്പർ 7. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂര്യകുമാർ, തിലക് വർമ്മ, ഹാർദിക്, വിൽ ജാക്സ് ഇവരെല്ലാം ഇൻ്റർനാഷണൽ ക്രിക്കറ്റ് കളിക്കുന്ന കറക്റ്റ് പൊസിഷൻസിൽ തന്നെ അവർക്ക് ഈ ടീമിൽ ഇറങ്ങാൻ പറ്റും. വൈൽ നമാന്തിർ ഗോ ടു വൺ ഡൗൺ. ആൻഡ് ഹാർദിക് കരിയറിൻ്റെ ക്യാപ്റ്റനായിട്ട് വന്ന സമയം മുതൽ നമാന്തിറിനെ വൺ ഡൗൺ ആയിട്ട് നന്നായിട്ട് ബാക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. ആൻഡ് ഹാർദിക് പ്ലേസസ് നമാൻ എബോവ് നെഹൽ വധേര 2. സോ നമാൻ വൺ ഡൗൺ വരാനായിട്ടുള്ള ചാൻസസ് അതുകൊണ്ടാണ് ഞാൻ ഇത്തിരി ഹൈ ആയിട്ട് കാണുന്നത്. മേ ബി ഹി ക്യാൻ കം ഇൻ ദ ഡൗൺ ദ ഓർഡർ. ബട്ട് വൺ ഡൗൺ വന്നിട്ട് ഒരു 180+ സ്ട്രൈക്കിൽ നമാന്തിറിന് കളിക്കാൻ പറ്റും എന്നുള്ളത് നല്ലൊരു അഡ്വാൻറ്റേജ് തന്നെയാണ്. മേ ബി ഹി വിൽ കം അറ്റ് നമ്പർ 3, ഐ ഡോണ്ട് നോ. ആൻഡ് നമ്പർ 8, I will put Shardul Thakur instead of Deepak Chahar at number 8. Because Deepak Chahar, Trent Bolt രണ്ടുപേരും പവർ പ്ലേ ബോളേഴ്സാണ്. മുംബൈയുടെ ഒരു ബോളിംഗ് കാലിബർ വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഹാർദിക് പാണ്ഡ്യയും ഉണ്ട്. സോ ദേ ഡോണ്ട് നീഡ് 3 to 4 ബോളേഴ്സ് ഹൂ ക്യാൻ ബോൾ ഇൻ ദ പവർ പ്ലേ. അതല്ലാതെ അവരുടെ ഡെപ്തിലോട്ട് വരുമ്പോൾ ദീപക് ചഹറിനും ട്രെൻറ്റ് ബോൾട്ടിനും നന്നായിട്ട് ഡെത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് തന്നെ ഡെത്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ബോളർ നമ്പർ 8 നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഹാർദിക് പാണ്ഡ്യ, ട്രെൻറ്റ് ബോൾട്ട് ആൻഡ് ജസ്പ്രീത് ബുംറ ക്യാൻ ബോൾ ദി പവർ പ്ലേ ഓവേഴ്സ്. ഒരു ഓവർ മതി ബൂമറയ്ക്ക് കൊടുക്കാനായിട്ട്. ബാക്കി യു ക്യാൻ പ്രിസർവ് ഇൻ ദ ഡെത്ത്, വിച്ച് വിൽ ബി ഗ്രേറ്റ്. ആൻഡ് സോ അതുകൊണ്ട് തന്നെ ഷർദുൽ താക്കൂർ അറ്റ് നമ്പർ 8 ആൻഡ് ജസ്പ്രീത് ബുംറ അറ്റ് നമ്പർ 9, മയാങ്ക് മാർക്കണ്ഡെ അറ്റ് നമ്പർ 10. Number 11 will be Trent Bolt and my number 12 will be Ala Ghasenfar. Why I choose Ghasenfar over Mitch Santner? ബിക്കോസ് ഇവർ ഗസൻഫറിന് നന്നായിട്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരാണ്.
മുംബൈ ഒരു കൊല്ലം പരിക്ക് കാരണം ഒന്ന് രണ്ട് കൊല്ലം പരിക്ക് കാരണം ഗസൻഫർ ടീമിൽ ഇല്ലാതിരുന്നപ്പോൾ പോലും അവർ നന്നായിട്ട് ബാക്ക് ചെയ്തിട്ടുണ്ട് ബിക്കോസ് ദേ ഷോ സം സ്പാർക്ക് ഇൻ ഹിം. ഒരു ലെഫ്റ്റ് ആം ഓർത്തഡോക്സ് ബോളറിനെ കാട്ടിയും എന്തുകൊണ്ടും ഒരു മിസ്റ്ററി സ്പിന്നർ വളരെ ഹെൽപ്ഫുൾ ആണ്. ആൻഡ് ഓൾസോ ദേ ഹാവ് ഗോട്ട് മയാങ്ക് മാർക്കൻഡെ ആസ് ദ ഇന്ത്യൻ സ്പിന്നർ. സോ മുംബൈ ടൈറ്റിൽ അടിച്ചിട്ടുള്ള എല്ലാ സീസണിലും നോക്കുകയാണെന്നുണ്ടെങ്കിൽ രണ്ട് മികച്ച സ്പിന്നേഴ്സ് അവർക്ക് ഉണ്ടായിട്ടുണ്ട്, കൃണാൽ പാണ്ഡ്യ, രാഹുൽ ചഹർ. ആ സെയിം ഇത് ഇവർക്ക് ഇവിടെയും കൊണ്ടുവരാൻ സാധിക്കും, അല്ല ഗസൻഫർ ആൻഡ് മയാങ്ക് മാർക്കൻഡെ. ആൻഡ് ഇഫ് ദേ റീപ്ലേസ് മിഡ് സാൻഡർ ദ ബാറ്റിംഗ് വിൽ ബി എ പ്രോബ്ലം. അങ്ങനെ വിചാരിക്കേണ്ട കാര്യമില്ല, കാരണം ഷർദുൽ താക്കൂറിനെ 8ാം നമ്പറിലേക്ക് ഇടുമ്പോൾ ബാറ്റിങ്ങും ഷർദുൽ താക്കൂർ പരിഹരിക്കുന്നതാണ്. മിഡ് സാൻഡർ കൊടുക്കുന്ന അതേ ബാറ്റിംഗ് ഇമ്പാക്റ്റ് ഷർദുൽ താക്കൂറിനും കൊടുക്കാൻ സാധിക്കും. So number 8 will be Shardul Thakur, number 9 will be Jasprit Bumrah, 10 will be Mayank Markande, 11 will be Trent Bolt, and 12 will be Allah Ghasenfar. And my impact sub will be Namandir and Allah Ghasenfar. Between them they can switch. ഇതാണ് എൻ്റെ പ്ലേയിങ് 11 വരുന്നത്. With this playing 11, if you compare KKR playing 11, KKR is no match from this Mumbai Indians, and it is playing, the match is going to happen in Wankhede. It's a pakka batting pitch. വേർ ഇനീഷ്യലി ബോളേഴ്സിന് കുറച്ച് സീം മൂവ്മെൻറ്റ് എടുക്കാൻ സാധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബോളേഴ്സ് ആർ ഗോയിങ് ടു ഡു എ ഗ്രേറ്റ് ജോബ്. ബട്ട് അതിന് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ബോളേഴ്സ് KKRൻ്റെ കയ്യിൽ അവൈലബിൾ ആയിട്ടില്ല. വൈഭവ് അറോറ ക്യാൻ ഡു എ ലിറ്റിൽ ട്രിക്ക് ഓൺ ദ സ്റ്റാർട്ട്, ബട്ട് അത് കാര്യമില്ല. മുംബൈയുടെ ഏറ്റവും വലിയ സ്ട്രെങ്ത് നിൽക്കുന്നത് തന്നെ അവരുടെ മിഡിൽ ഓർഡേഴ്സ് ആൻഡ് ലോവർ മിഡിൽ ഓർഡേഴ്സിലാണ്. ഓഫ് കോഴ്സ് രോഹിത് ശർമ്മ ആൻഡ് ക്വിൻ്റൻ ഡി കോക്ക് വിൽ ബി അറ്റ് ദ ടോപ്പ് ഓർഡർ, ബട്ട് സ്റ്റിൽ ദ സ്ട്രെങ്ത് ഓഫ് മുംബൈ റിലൈസ് ഓൺ ദ മിഡിൽ ഓർഡർ. So I will rate Mumbai Indians more over Kolkata Knight Riders, and this match is going to be a one-sided game where Mumbai Indians are going to win in a likely good margin. And let's see what will have happening in the batting pitch of Wankhede. Thank you. And this is episode 2 of IPL 2026. I'm signing out.